സാധാരണക്കാരുടെ കീശ ചോർത്തി രാജ്യത്ത് ഇന്ധനവില വീണ്ടും കുതിച്ചുയരുന്നു. പെട്രോളിനും ഡീസലിനും ഇന്ന് വൻ വില വർധനയാണ് രേഖപ്പെടുത്തിയത്. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് ഇന്നു മാത്രം വർദ്ധിപ്പിച്ചത്. ഇന്നത്തെ വർധനവ് കൂടി പ്രാബല്യത്തിൽ വന്നതോടെ സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പെട്രോൾ വില 115.32 രൂപയായും ഡീസൽ വില 104.41 രൂപയായും ഉയർന്നു. ജനജീവിതം പാടെ ദുസ്സഹമാക്കിക്കൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 4 തവണയായി 8 രൂപയാണ് ഇന്ധനവിലയിൽ മാത്രം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായി വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിലേക്കും വരും ദിവസങ്ങളിൽ വഴിമാറും. കേന്ദ്ര സർക്കാർ വില കൂട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ തങ്ങളുടെ നികുതി വിഹിതം കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ജനരോഷം ശക്തമാകുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. രാജ്യത്ത് തുടർച്ചയായി വർദ്ധിച്ചുവരുന്ന ഇന്ധനവിലയ്ക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ധനവില വർധനവെന്നത് സാധാരണക്കാരുടെ വീടുകൾക്കുമേൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നിശബ്ദ നികുതിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നതിൽ സർക്കാരിന് യാതൊരു ഉത്കണ്ഠയുമില്ലെന്ന് പാർട്ടി വക്താക്കൾ കുറ്റപ്പെടുത്തി. വൻകിട കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനും സഹായിക്കാനുമുള്ള ഒരു കോർപ്പറേറ്റ് പ്രൊട്ടക്ഷൻ റാക്കറ്റ് പോലെയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. രാജ്യത്തെ ജനങ്ങളെ നിഷ്കരണം കൊള്ളയടിച്ച് കോർപ്പറേറ്റ് സുഹൃത്തുക്കളുടെ ഖജനാവ് നിറയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വിലക്കയറ്റം കാരണം സാധാരണക്കാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പെട്രോൾ ഡീസൽ വില വർധനവ് മറ്റു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുന്നു. എന്നിട്ടും ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. ഈ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾ അവസാനിപ്പിച്ച് ഇന്ധനവില അടിയന്തരമായി കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം രാജ്യവ്യാപകമായി ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും പാർട്ടി മുന്നറിയിപ്പ് നൽകി. നാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്.